Good evening, students. Today we are going to pass on to the next module. Module 3 Special Contracts to Indemnity and Guarantee. So, in this chapter, we are going to discuss various contracts, special contracts, that is indemnity and guarantee. These are special contracts like bailment and pledge, which are discussed in the preceding chapters. Preceding chaptersൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ചാപ്റ്ററാണ്, ദാറ്റ് ഈസ് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി. So this special contract to indemnity and guarantee, it is from chapter 8 section 124 to section 147 of Contract Act, deals with indemnity and guarantee. ഈ സ്പെഷ്യൽ കോൺട്രാക്ട്സിൻ്റെ സെക്ഷൻസ് ആണ് 124 to 147. ഇൻഡെമിനിറ്റിയും ഗ്യാരണ്ടിയും വരുന്ന കോൺട്രാക്ട്സ് ആണ്. അപ്പോൾ ഇവിടെ മൊഡ്യൂൾ 3 നമ്മൾ ഇതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ഇൻഡെമിനിറ്റി? ഇൻഡെമിനിറ്റി എന്താണെന്നുള്ളത് ഫസ്റ്റ് കോൺട്രാക്ട് ഈസ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി. ഫസ്റ്റ് നമുക്ക് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്താണെന്ന് നോക്കാം. സോ ദ വേർഡ് മീനിങ് ഓഫ് ഇൻഡെമിനിറ്റി ഈസ് means to enact to compensate or protect somebody from the loss or make goods to the loss, or when one person promises to another person that in case other person suffers from some loss, the first person will compensate the loss. Indemnity word meaning എന്ന് പറയുന്നത് to enact or to compensate or to protect somebody from loss. എന്തെങ്കിലും നാശനഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ നൽകാം, അല്ലെങ്കിൽ ആ നാശനഷ്ടത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ള ഒരു പ്രോമിസ് ആണ് ഇൻഡെംനിറ്റി കൊടുക്കുന്നത്. വിച്ച് മീൻസ് ടു മേക്ക് ഗുഡ് ദ ലോസ്. നഷ്ടം സംഭവിച്ചതിനെ ഗുഡാക്കി മാറ്റുക. ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സണ് ഇത്തരത്തിലൊരു പ്രോമിസ് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ലോസ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി മൂലമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മൂലമോ എന്ത് മൂലമാണെങ്കിലും അതിന് അത്തരത്തിലൊരു നാശനഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്തോളാം, അതിന് ഗുഡാക്കിക്കോളാം, അല്ലെങ്കിൽ ആ ലോസ് നാശനഷ്ടം എന്ത് വന്നിട്ടുണ്ടെങ്കിലും അത് ഗുഡാക്കാനായിട്ട് ഇയാൾ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇൻഡെംനിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഇൻഡെംനിറ്റി എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്റ്റ് ഒരു കോമ്പൻസേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലോസ് സംഭവിച്ചിരിക്കുന്നത് എന്താക്കാനും നല്ലതാക്കി മാറ്റാനും, അതായത് ലോസ് സംഭവിക്കുന്നതിന് മുമ്പ് ഈ വ്യക്തി ഏതൊരു പൊസിഷനിലായിരുന്നോ ആ പൊസിഷനിലേക്ക് ഈ വ്യക്തിയെ കൊണ്ടെത്തിക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ, ഇയാളൊരു കട നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് ആ കട ഫയർ മൂലം നാശനഷ്ടം സംഭവിക്കുന്നു. അപ്പോൾ ഈ ഫയറിന് മുമ്പ് അല്ലെങ്കിൽ ഫയർ സംഭവിക്കുന്നതിന് മുമ്പ് ഈ കട ഏത് രീതിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ രീതിയിലേക്ക് ആ കടേൻ്റെ ലോസസ് എല്ലാം മാറ്റി ആ രീതിയിലേക്ക് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ എത്തിക്കാനായിട്ട് കഴിയും. അതിനെയാണ് നമ്മൾ ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് ഇൻഡെംനിറ്റി എന്നുള്ള വേർഡിന് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ ഇൻഡെംനിറ്റി അതാണ്. അപ്പോൾ വേറെ ഇൻഡെംനിറ്റി where a person promises to the other person in case other person suffers any kind of loss, first person will compensate the loss. ഇത്തരത്തിലൊരു എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തി അതെന്ത് ചെയ്തോളാം, അത് ഗുഡാക്കിക്കോളാം എന്ന് പ്രോമിസ് ചെയ്യുന്നു. ഈ ഒരു വേർഡ് നമ്മൾ കേൾക്കുന്നത് എപ്പോഴും ഇൻഷുറൻസ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഇത്തരത്തിലുള്ള കോൺട്രാക്ട്സ്. നമുക്കതിൻ്റെ ഡെഫിനീഷൻ നോക്കാം. കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ഡെഫിനീഷൻ: to indemnify means to compensate or make good the loss. According to section 124 of the Contract Act, a contract of indemnity or a contract by which one party promises to save the other from the loss caused by him by the conduct of promiser himself or by the conduct of any other person. അപ്പോൾ ഇവിടെ സെക്ഷൻ 124 കോൺട്രാക്ട് ആക്ടിലാണ് ഇതിൻ്റെ ഡെഫിനീഷൻ തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ, എ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ഇസ് ദാറ്റ് വിച്ച് വൺ പാർട്ടി പ്രോമിസസ് ടു ദ സേവ് ദി അതർ പാർട്ടി. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സേവ് ചെയ്തോളാം എന്ന് പറയുകയാണ്. ഏത് രീതിയിലാണ് സേവിങ് നടത്തുന്നത്? എന്തെങ്കിലും ഒരു ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഈ പ്രോമിസ് ചെയ്യുന്ന വ്യക്തിയുടെ കണ്ടക്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേഴ്സൺസിൻ്റെ പ്രശ്നം കൊണ്ടോ ആണ് ഇയാൾക്ക് ലോസ് സംഭവിക്കുന്നതെങ്കിൽ അത് ഇൻഡെംനിഫൈ ചെയ്തോളാം. ഇൻഡെംനിഫൈ മീൻസ് ടു കോമ്പൻസേറ്റ് ചെയ്തോളാം അല്ലെങ്കിൽ ലോസ് ഗുഡാക്കിക്കോളാം എന്നുള്ള പ്രോമിസാണ് ഈ വ്യക്തി നൽകുന്നത്.
അപ്പോൾ ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റ് ആണ് നമ്മൾ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. സോ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി പ്രോമിസസ് ടു സേവ് ദി അതർ from the loss caused by him by its conduct of the promiser himself or by the conduct of any other person, it's called contract of indemnity. Indemnity contract എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ തന്നെ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ പ്രോമിസസ് ടു ഇൻഡെംനിഫൈ ബി എ ബാങ്കർ ഫോർ എനി ലോസ് that he may sustain by reason of dishonesty of C who has the cashier appointed by B at the request of A. The contract between A and B is the contract of indemnity. ഇപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബി എന്ന് പറയുന്ന ഒരു ബാങ്കറിൻ്റെ അടുത്ത് സി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എന്ത് ചെയ്യുന്നു, അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരായിട്ടാണ്, ഒരു ക്യാഷർ ആയിട്ടാണ്. അപ്പോൾ ഈ ബി ആവശ്യപ്രകാരമാണ് ബി സി എ ക്യാഷറായിട്ട് അപ്പോയിൻ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും എ ഉത്തരവാദിത്തം ഏറ്റെടുത്തോളാം എന്ന് ബിയുടെ അടുത്ത് പറഞ്ഞതിന് ശേഷമാണ് സീനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. വിച്ച് മീൻസ് എ പ്രോമിസസ് ടു ഇൻഡെംനിഫൈ ബി any losses obtained from by reason of dishonesty of C. സി ചെയ്യുന്ന എല്ലാ ഡിസ്ഹോണസ്റ്റ് പ്രവർത്തികൾക്കും എന്ത് ചെയ്യാം, ലോസ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എ പ്രോമിസ് ചെയ്യാണ്, ഇൻഡെംനിഫൈ ചെയ്തോളാം എന്ന് പ്രോമിസ് ചെയ്യാണ്. ആ പ്രോമിസ് നൽകുന്നത് എ ആണ്, അത് സീനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ബി ആണ്. അപ്പോൾ ഇവിടെ എയും ബിയും തമ്മിലൊരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഇസ് പാർട്ടീസ് ടു ദി കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി. ഇവിടെ രണ്ട് പാർട്ടീസ് നമുക്ക് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിഫൈയിൽ വരുന്നുണ്ട്. ഇൻഡെംനിഫയർ ആൻഡ് ഇൻഡെംനിഫൈഡ്. Indemnifier means a promiser who is promising to make the good of loss caused by the other party, who is called as indemnifier. Indemnifier എന്ന് പറയുന്നത് വ്യക്തി പ്രോമിസ് ചെയ്യുന്ന വ്യക്തിയാണ്. ലോസ് ഗുഡാക്കിക്കോളാം എന്ന് പ്രോമിസ് ചെയ്യുന്ന വ്യക്തിയാണ് നമ്മളിവിടെ ഇൻഡെംനിഫയർ എന്ന് പറയുന്നത്. ഇൻഡെംനിഫൈഡ് എന്ന് പറയുന്നത് പേഴ്സൺ ഹു അഷ്വേഴ്സ് ടു ബി കോമ്പൻസേറ്റഡ് ഫോർ ദ കോസസ്. ആർക്കാണോ ഈ ഒരു അഷ്വറൻസ് കിട്ടുന്നത്, ഏത് പേഴ്സൺ ആണോ ലോസ് കോമ്പൻസേഷൻ കിട്ടും എന്നുള്ള ആ ഒരു അഷ്വറൻസ് കിട്ടുന്നത്, ആ വ്യക്തിയാണ് നമ്മൾ ഇൻഡെംനിഫൈഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡെംനിറ്റി ഹോൾഡർ എന്നും പറയാറുണ്ട്. സാധാരണയായിട്ട് ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കോൺട്രാക്ട്സിലാണ് ഇത്തരത്തിലുള്ള ഇൻഡെംനിറ്റി കോൺട്രാക്ട്സ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് പാർട്ടീസാണുള്ളത്, ഇൻഡെംനിഫയർ ആൻഡ് ഇൻഡെംനിഫൈഡ്. Indemnifier is a promiser and indemnified is a promisee. So we can go through the next example, that is a wheelchair manufacturer enters into an agreement with a large hospital to provide 500 wheelchairs at a discount price. The manufacturer asks that an indemnity clause should be included in the contract in which the hospital agrees to protect the company from any losses or lawsuits should patient be insured while using any wheelchairs. സോ ഇവിടെ ഒരു വീൽ ചെയർ മാനുഫാക്ചർ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. 500 വീൽ ചെയർസ് ഡിസ്കൗണ്ട് പ്രൈസിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ അവിടെ വീൽ ചെയർ കൊടുക്കുന്ന വ്യക്തി അവിടെ പറയുന്നുണ്ട്, ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം, ഇൻഡെംനിറ്റി എഗ്രിമെൻറ്റ് കൊടുക്കണം. അതായത് വീൽ ചെയർ മൂലം എന്തെങ്കിലും രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണമെങ്കിൽ അതിന് കോമ്പൻസേഷൻ, അല്ലെങ്കിൽ അത് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല. ഈ വീൽ ചെയർ മാനുഫാക്ചർ ചെയ്യുന്ന വ്യക്തിക്ക് യാതൊരുവിധ ലോസസും സംഭവിക്കാനായിട്ട് പാടില്ല. അതായത് ഈ പേഷ്യൻസ് എന്തെങ്കിലും സ്യൂട്ട് അല്ലെങ്കിൽ കേസ് കൊടുക്കുകയാണ്, ഈ വീൽ ചെയർ കമ്പനിക്കെതിരെ എന്തെങ്കിലും കേസ് കൊടുക്കുകയാണെങ്കിൽ, അത്തരത്തിൽ കേസുകൾ വരികയാണെങ്കിൽ ആ ലോസുകൾ, ആ നാശനഷ്ടം എല്ലാം ഹോസ്പിറ്റൽ സഹിക്കണം എന്നൊരു എഗ്രിമെൻ്റ് ആണ് വെച്ചത്. അപ്പോൾ ഇത്തരത്തിലൊരു എഗ്രിമെൻറ്റ് വീൽ ചെയർ മാനുഫാക്ചറും നമ്മുടെ ഹോസ്പിറ്റലും തമ്മിൽ വെക്കുന്നത് ഒരു ഇൻഡെംനിറ്റി എഗ്രിമെൻ്റ് ആണ്. ലോ ഓഫ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ആണ്. ഇവിടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നതാണ്, ഹോസ്പിറ്റലാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്, ഇൻഡെംനിറ്റിക്ക് ഗ്യാരണ്ടി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലാണ് ഇവിടെ ഇൻഡെംനിഫയർ ആവുന്നത്. വീൽ ചെയർ മാനുഫാക്ചർ ഇവിടെ ഇൻഡെംനിറ്റി ഹോൾഡർ അല്ലെങ്കിൽ ഇൻഡെംനിറ്റി ഫൈഡ് ആണ് ആവുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അപ്പോൾ നേരത്തെ പറഞ്ഞ എയും ബിയും സിയും ഉള്ള എക്സാമ്പിളിൽ എയും ബിയും ആയിരുന്നു നമ്മുടെ പാർട്ടീസ്, 2 പാർട്ടീസ്. അതിൽ എ ആയിരുന്നു എന്ത് ചെയ്യുന്നത്, എ ആണ് ഇവിടെ ഇൻഡെംനിറ്റിയുടെ ഗ്യാരണ്ടി കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡെംനിഫയർ, ബി എന്ന് പറയുന്നത് ഇൻഡെംനിറ്റി ഹോൾഡറായിട്ട് മാറാണ്.
അപ്പോൾ അതാണ് എക്സാമ്പിൾ. അപ്പോൾ ഈ എക്സാമ്പിളിലും നമുക്ക് ബൈ ഡൂയിങ് ദിസ് ദ ഹോസ്പിറ്റൽ ഇൻഡംനിഫൈസ് ദ വീൽ ചെയർ കമ്പനി ഫോർ ദ ഹോസ്പിറ്റൽ ഗ്യാരണ്ടീസ് ദ ഇൻഡംനിറ്റി ഫോർ എനി ലോസസ് ഓർ ഇഞ്ചുറീസ് മേ ഒക്കെ. ഇനി വരുന്ന ഏതൊരു ഇഞ്ചുറീസോ എന്താണെങ്കിലും ആ ലോസുകളെല്ലാം തന്നെ ഹോസ്പിറ്റൽ അവിടെ ഒരു ഗ്യാരണ്ടി കൊടുക്കുകയാണ്. അതാണ് ഈ ഒരു എക്സാമ്പിൾ. സോ ഇൻഷുറൻസ് കോൺട്രാക്ട്സ്, കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി നേച്ചർ വരുന്നതാണ് എല്ലാ ഇൻഷുറൻസ് കോൺട്രാക്റ്റും. എല്ലാ ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഇൻഡംനിറ്റി കോൺട്രാക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻഷുറർ നമ്മുടെ അടുത്ത് വന്നിട്ട് എന്താ പറയുന്നത്, അവർ ഇൻഷുർ ചെയ്യുന്നത് എന്തെങ്കിലും ലോസ് ഫ്യൂച്ചറിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ അത് ആ ഒരു ലോസിന് കോമ്പൻസേറ്റ് ചെയ്തോളാം എന്നുള്ളതാണ്. അപ്പോൾ തികച്ചും സ്ട്രേഞ്ചർ ആയിട്ടുള്ള വ്യക്തികളാണ്, അവരുടെ നമുക്കുടെ പ്രോപ്പർട്ടിയിൽ യാതൊരുവിധ ഇൻട്രസ്റ്റും ഇല്ലാത്ത വ്യക്തികളാണ്. അവർ എന്ത് ചെയ്യുന്നു, അവർ കോമ്പൻസേറ്റ് ചെയ്യാൻ അവരുടെ സംഭവിക്കുന്ന ലോസിൽ, അതായത് എന്തെങ്കിലും ഒരു ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇൻഷുർ ചെയ്യുന്ന വ്യക്തികൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇൻഷുറൻസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡംനിറ്റി കോൺട്രാക്ട്സ് ആണ്. എ ലോസ് ദാറ്റ് മൈറ്റ് ഫോൾ ഓൺ ദി ഇൻഷുറൻസ് പോളിസി ഹോൾഡർ വിൽ ബി കവേർഡ് ബൈ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡഡ് ഹിയർ ബൈ എ വാലിഡ് ഇൻഷുറൻസ് കോൺട്രാക്ട്. ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ ബേസിക് അല്ലെങ്കിൽ ഇൻഷുറൻസ് കോൺട്രാക്റ്റ് വരുന്നത് ഇത്തരത്തിലുള്ള ഇൻഡംനിറ്റി കോൺട്രാക്റ്റിൽ തന്നെയാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ ഫയർ ഇൻഷുറൻസ്, അതുപോലെ മറൈൻ ഇൻഷുറൻസ് ഒക്കെയാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഫയർ ഇൻഷുറൻസ് ആണ്. ഇവിടെ ഒരു വ്യക്തിയുടെ വീടിന് ഫയർ ഇൻഷുറൻസ് എടുക്കുന്നു, അത് കത്തി നശിച്ചു പോവുകയാണ്. അപ്പോൾ അയാൾ ഇൻഡംനിഫയർ, അതായത് ഇൻഷുറൻസ് ഏജൻ്റ് ആണ് ഇവിടെ ഇൻഡംനിഫയർ ആയിട്ട് വരുന്നത്. അയാൾ എന്ത് ചെയ്യുന്നു, കോമ്പൻസേറ്റ് ചെയ്യുന്നു. ഇവിടെ ഇൻഡംനിഫൈഡ് അല്ലെങ്കിൽ ഇൻഡംനിറ്റി ഹോൾഡർ എന്ന് പറയുന്നത് ആ ഇൻഷുറൻസ് പോളിസി എടുത്ത വ്യക്തി തന്നെയാണ് ഇവിടെ ഇൻഡംനിഫൈഡ് അല്ലെങ്കിൽ ഇൻഡംനിറ്റി ഹോൾഡർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളമാണ്, അല്ലെങ്കിൽ ഇൻഷുറൻസിൽ വരുന്ന എല്ലാത്തരം കോൺട്രാക്ട്സും എന്ത് തന്നെയാണ്, ഇൻഡംനിറ്റി കോൺട്രാക്ട്സ് ആണ്. സോ ദ ഡെഫിനിഷൻ ഗിവൺ ഇൻ ദ Contract Act is actually narrow in scope ആണ്. ആ തരുന്ന ഇൻഡംനിറ്റി എന്ന് പറയുന്ന തന്നിരിക്കുന്ന വേർഡ് മീനിങ് എന്ന് പറയുന്നത് വളരെയധികം നാരോ സ്കോപ്പ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്റ്റിൽ 2 ടൈപ്പ് ഓഫ് ഇൻഡംനിറ്റി ആണ് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് പ്രോമിസസ് ടു ഇൻഡംനിഫൈ ആൻഡ് കേസസ് ഫോർ ദ ലോസ് ഈസ് കോസ്ഡ് ബൈ ദ കണ്ടക്ട് ഓഫ് പ്രോമിസർ ഹിംസെൽഫ് ഓർ ബൈ ദ കണ്ടക്ട് ഓഫ് എനി അതർ പേഴ്സൺ. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അനുസരിച്ച് എക്സ്പ്രസ് പ്രോമിസസ് ഇൻഡംനിഫൈ ചെയ്തോളാം എന്നുള്ള എക്സ്പ്രസ് പ്രോമിസസും, അതുപോലെ ലോസസ് മറ്റ് പ്രോമിസറിൻ്റെ കണ്ടക്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേഴ്സൻ്റെ കണ്ടക്റ്റോട് കൂടിയോ വന്നാൽ മാത്രമേ നമ്മൾ ഇൻഡംനിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ തരത്തിലുള്ള ഡെഫിനേഷൻ ഒരിക്കലും ഇംപ്ലൈഡ് പ്രോമിസസിനെ കവർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കോസസ് ബൈ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഇവൻറ്റ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കണ്ടക്ട് ഓഫ് പ്രോമിസർ ഓർ എനി അതർ പേഴ്സൺ. ആക്സിഡൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇവൻറ്റ്സ് കൊണ്ടോ ഒക്കെ പ്രോമിസറിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തുനിന്ന് വരുന്നതോ മാത്രമേ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരത്തിലൊരു ബ്രോഡൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ല, വളരെ നാരോ ആയിട്ടുള്ള കോൺസെപ്റ്റാണ് നമ്മുടെ ഈ ഒരു ഡെഫിനേഷൻ. നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റിൽ അവിടെ നമ്മൾ വളരെ നാരോ ആയിട്ടുള്ള ഇതാണ് എടുക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷ് കോൺട്രാക്ട്സിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ അവർ അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. So in the case of English law, under English law, the word indemnity carries much wider meaning than given to it under Indian Contract Act. It includes contract to save the promisee from loss, whether it is caused by human agency or any other event like accident or fire. Under English law, the contract of insurance is a contract of indemnity. So life insurance also is included in the English law. So Indian Contract Act പ്രകാരം ലൈഫ് ഇൻഷുറൻസ് നമ്മൾ ഒരിക്കലും ഇത്തരത്തിലൊരു ഇൻഡംനിറ്റി കോൺട്രാക്റ്റ്, അതായത് ലൈഫ് ഇൻഷുറൻസ് ഒരാളുടെ ജീവൻ പണം കൊണ്ട് നമുക്ക് തിരിച്ചു നൽകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അയാളുടെ ജീവന് എത്ര രൂപ വിലയിട്ടും നമുക്ക് തിരിച്ചു നൽകാനായി, അവർക്ക് സംഭവിച്ച നഷ്ടം തിരിച്ച് ഏൽപ്പിക്കാനായിട്ട്. ഒരു ഫാമിലിയിൽ ഒരു ഫാദർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഫാദറിന് ലോസ് ഗുഡാക്കിക്കോളാം എന്നുള്ളതാണ്. അപ്പോൾ ആ ഫാദറിൻ്റെ സ്ഥാനത്തേക്ക് എത്ര പൈസ കൊടുത്താലും ആ ഒരു സ്ഥാനം പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ ലൈഫ് ഇൻഷുറൻസ് നമ്മൾ എടുക്കാറില്ല. പക്ഷേ ഇംഗ്ലീഷ് ലോയിൽ ലൈഫ് ഇൻഷുറൻസും അവിടെ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി ആയിട്ട് എടുക്കാറുണ്ട്. അതാണ് അവിടെ പറയുന്നത്. ഹ്യൂമൻ ഏജൻസിയോ മറ്റേതെങ്കിലും
ഇവൻ്റ് മൂലം ആക്സിഡൻറ്റോ ഫയറോ എന്ത് തന്നെയാണെങ്കിലും അവിടെ ഇംഗ്ലീഷ് ലോയിൽ അവിടെ ഇൻഡെംനിറ്റി എന്നുള്ള വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ ലോയിൽ. പക്ഷേ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ ഇത്തരത്തിലൊരു വൈഡർ ടേമായിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ആക്സിഡൻറ്റോ ഫയറോ മറ്റെന്തെങ്കിലും കൊണ്ട് സംഭവിക്കുന്ന നഷ്ടങ്ങൾ ഇൻഷുറൻസ് കമ്പനീസ് ഇൻഡെംനിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഇപ്പോൾ ബാഗ്ലറി ഇൻഷുറൻസോ അല്ലെങ്കിൽ ഫയർ ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ സാധിക്കും. പക്ഷേ വേറാസ് ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ സാധിക്കാറില്ല. അപ്പോൾ ലോ ഓഫ് ഇൻഡെംനിറ്റി ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം ലൈഫ് ഇൻഷുറൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് വി ക്യാൻ ലുക്ക് എ കേസ് ലോ ദാറ്റ് ഈസ് ആഡംസൺ വേഴ്സസ് ജാവർ വെസ് ഇൻ 1927 ഒരു ഫേമസ് കേസ് ആയിരുന്നു ആഡംസൺ വേഴ്സസ് ജാവർ വെസ്. എന്ന് പറയുന്ന വ്യക്തി, ദറ്റ് ഇസ് ആഡംസൺ, ഞാൻ ഓപ്ഷണർ ആയിരുന്നു. സോൾഡ് certain cattle on the instruction of T. Later it was learned that the cattle belonged to O. O filed a case against A and got compensation from him. A filed a case against T to recover the compensation he paid to O. The court awarded the compensation on ground that there is a promise implied from his conduct in asking A to sell the cattle. സോ ഇവിടെ രണ്ട് പേര് തമ്മിലുള്ള കേസാണ്. ഈ കേസിൽ ഒരു ഓഷണറാണ്. അയാൾ എന്ത് ചെയ്യുന്നു, ഒരു കാറ്റിലിനെ ഓപ്ഷന് വെക്കാൻ വേണ്ടിയിട്ട് ടി എന്ന് പറയുന്ന വ്യക്തി ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അത് കൊടുത്തു. അവർ ആ ഒരു ഓപ്ഷന് വേണ്ടിയിട്ട് ആ ഒരു കാറ്റലിനെ വെച്ചു. പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് അത് ടിയുടെ കാറ്റിലല്ല, അത് ഓയുടെ കാറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഓ കേസ് ഫയൽ ചെയ്തു എക്കെതിരായിട്ട്. അപ്പോൾ അവിടെ എ കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ എ വീണ്ടും ഒരു കേസ് ടിക്കെതിരെ കോമ്പൻസേഷൻ കൊടുക്കുകയാണ്, ഒരു കോമ്പൻസേഷന് വേണ്ടിയിട്ട് ഒരു കേസ് കൊടുക്കുകയാണ്. കാരണം ടിയുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ ആ ഒരു ഓപ്ഷൻ നടക്കുന്നത്. അപ്പോൾ തന്നെ കോർട്ട് അത് കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ള വിധിയാണ് വന്നത്. കാരണം ഇംപ്ലൈഡ് ആയിട്ട്, അതായത് സെല്ല് ചെയ്യാനായിട്ട് കാറ്റിലിനെ സെല്ല് ചെയ്യൂ എന്ന് ഏടെടുത്ത് പറയുമ്പോൾ തന്നെ അത് ടിയുടെ ആണ് എന്നുള്ള ആ ഒരു ഇംപ്ലൈഡ് പ്രോമിസ് അവിടെ വന്നു. അതുകൊണ്ടാണ് അവിടെ അത്തരത്തിലൊരു പ്രശ്നം അവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളതാണ് അവിടെ വിധി വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംപ്ലൈഡ് കോൺട്രാക്ട്സ് ഓഫ് ഇൻഡെംനിറ്റി ഉണ്ടാവാറുണ്ട്. കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ഇംപ്ലൈഡ് ആവാം, എക്സ്പ്രസ്ഡ് ആവാം. ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരാളുടെ സർക്കംസ്റ്റൻസസ് കൊണ്ടോ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ റിലേഷൻഷിപ്പ് കൊണ്ടോ നമ്മൾ എന്താക്കി മനസ്സിലാക്കണം, അവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. അപ്പോൾ എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ വേർഡ്സോ സ്പോക്കൺ വേർഡ്സ് കൊണ്ടോ റിട്ടേൺ കൊണ്ടോ നമ്മൾക്ക് അത് മനസ്സിലാവും. അല്ലാത്ത രീതിയിൽ സർക്കംസ്റ്റൻസസ് കൊണ്ടോ നമ്മളത് മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ളൊരു കേസാണ് ഈ ഒരു കേസ്. സോ നെക്സ്റ്റ് വൺ ഇസ് റൈറ്റ്സ് ഓഫ് ഇൻഡെംനിറ്റി ഹോൾഡർ. ഇൻഡെംനിറ്റി ഹോൾഡർ എന്ന് പറയുമ്പോൾ പ്രോമിസിയാണ്. ആർക്കാണോ പ്രോമിസ് ലഭിക്കുന്നത്, ഇൻഡെംനിറ്റിഫയറിൻ്റെ പ്രോമിസ് ലഭിക്കുന്നത്, ഗുഡ്സ് ഇയാൾക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങൾ പരിഹരിക്കാമെന്ന് പ്രോമിസ് ലഭിക്കുന്ന വ്യക്തിയാണ് ഇൻഡെംനിറ്റിഫയർ. അപ്പോൾ അയാളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ റൈറ്റ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഡാമേജസ് ആണ്. All damages which he may be compelled to pay in any suit in respect of any matter to which the promise to indemnify applies. ഇയാൾക്ക് സംഭവിക്കുന്ന എല്ലാ ഡാമേജസും ഇൻഡെംനിഫൈ ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഇൻഡെംനിഫയർക്കുണ്ട്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന ഡാമേജസോ അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും സ്യൂട്ട് നടത്തുമ്പോൾ അയാൾക്ക് പേ ചെയ്യേണ്ടി വരുന്ന മറ്റേതെങ്കിലും നാശനഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻഡെംനിഫയറിൽ നിന്ന് വാങ്ങാനുള്ള അവകാശം ഉണ്ടാകും. നെക്സ്റ്റ് ഈസ് ഓൾ കോസ്റ്റ് ഹി മേ ബി കമ്പൽഡ് ഇൻ പേ സച്ച് സ്യൂട്ട്സ്. ഇദ്ദേഹത്തിന് ഈ ഒരു ഇൻഡെംനിഫയറിൻ്റെ കയ്യിൽ നിന്ന് ഡാമേജസ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ ഈ ഒരു കോൺട്രാക്റ്റ് പ്രകാരം വാങ്ങാനായിട്ട് ഇയാൾക്ക് കോർട്ടിൽ സ്യൂട്ട് നടത്തുമ്പോൾ അല്ലെങ്കിൽ കേസ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഫീസുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോസ്റ്റുകൾ ഇയാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ കോസ്റ്റൊക്കെ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും? ഇൻഡെംനിഫയറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. Next is all sums he may have paid under terms of any compromise of such suit, provided such compromise is not a contradictory to the order of promisor and was not which is could have been prudent for the indemnity holder to make. ഇനി ഏതെങ്കിലും കോമ്പൻസേഷൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് എന്തെങ്കിലും കുറച്ച് തുക ഇതിനു വേണ്ടി ഈ സ്യൂട്ട് നടത്താൻ വേണ്ടി ചിലവായിട്ടുണ്ടെങ്കിൽ ആ തുകയും ആരിൽ നിന്ന് വാങ്ങാവുന്നതാണ്? നമ്മൾ ഇൻഡെംനിഫയറിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഇനി സ്യൂട്ട് ഫോർ സ്പെഷ്യൽ പെർഫോമൻസ്. ഇൻഡെംനിറ്റി ഹോൾഡർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഒരു കേസ് കൊടുക്കാം
കൊടുക്കാവുന്നതാണ് ഇൻഡംനിഫയർക്കെതിരെ. എന്താണ് ഈ ഡാമേജസ് സംഭവിക്കുന്നത് ഗുഡാക്കാൻ അല്ലെങ്കിൽ ഡാമേജസ് കോമ്പൻസേഷൻ നൽകിക്കോളാം എന്നുള്ള പ്രോമിസിലാണ് ഇൻഡംനിഫൈ കോൺട്രാക്ട്സ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കോൺട്രാക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അവർക്ക് എല്ലാ ലയബിലിറ്റിയും ഉണ്ട് എന്ത് ചെയ്യാനായിട്ട്, അയാളെ കൊണ്ട് ആ കോൺട്രാക്റ്റ് നിറവേറ്റിക്കാനുള്ള എല്ലാ ഇതുമുണ്ട്, എല്ലാ റൈറ്റ്സും ഉണ്ട്. ഇനി അയാൾ കോൺട്രാക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ തയ്യാറാവുന്നില്ല എങ്കിൽ ആ സ്യൂട്ടിന് പോകുമ്പോൾ സമയത്ത് ഇയാൾക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ അതുമൂലം എന്തെങ്കിലും കോസ്റ്റോ സമ്മോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഇൻഡംനിഫയറിൽ നിന്ന് ഈടാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇസ് ലയബിലിറ്റി ഓഫ് ഇൻഡംനിഫയർ. ലയബിലിറ്റി ഓഫ് ഇൻഡംനിഫയർ എന്ന് പറയുമ്പോൾ കോൺട്രാക്റ്റ് ആക്റ്റിൽ ഇതിനെക്കുറിച്ച് സൈലൻ്റ് ആണ്, ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. 2 ഓപ്ഷനാണുള്ളത്. ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഇൻഡംനിഫൈഡ് സഫർ ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾക്ക് എപ്പോഴാണോ ഈ ഒരു ലോസ് സംഭവിക്കുന്നത് അപ്പം മുതൽ എന്താണ് ഇൻഡംനിഫൈഡിന് ലോസ് സംഭവിക്കുന്ന ആ സമയം മുതൽ ഇൻഡംനിഫയറിന് ലയബിലിറ്റി അല്ലെങ്കിൽ ബാധ്യത ഉണ്ടെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു എക്സാമ്പിളായിട്ട് നമ്മളൊരു ഇൻഷുർ ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു നാശനഷ്ടം സംഭവിച്ചാൽ ആദ്യം എന്ത് ചെയ്യുക, ആദ്യം ഇൻഡംനിറ്റി ഹോൾഡർ ആദ്യം പൈസ ചിലവാക്കുക അത് ശരിയാക്കാൻ, എന്നിട്ട് ക്ലെയിം ചെയ്യുക. നമുക്കറിയാം മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ എങ്ങനെയാണ്, ആദ്യം നമ്മൾ ആ മെഡിക്കൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ എത്ര രൂപയാണോ നമുക്ക് വരുന്നത് അതെല്ലാം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ചിലവാക്കുക. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ച്വൽ ലോസ് എത്ര വന്നു എന്നുള്ളതിൻ്റെ ആ ഒരു എസ്റ്റിമേറ്റ് എടുത്തിട്ട് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാവരും ജനറലി ആക്സെപ്റ്റ് ചെയ്തൊരു ഓപ്ഷനാണ്. ദാറ്റ് ഈസ് ദ ഇൻഡംനിഫൈസ് liability commence as soon as the liability to pay becomes clear and certain. എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ഈ ഒരു ലയബിലിറ്റി അബ്സല്യൂട്ട് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ ഈ ഒരു കാര്യം സംഭവിക്കുന്നത് ആ നിമിഷം തന്നെ ഇൻഡംനിഫൈഡിന് അതിന് ലയബിലിറ്റിയാണ് ആ ഒരു കാര്യം കിട്ടാനായിട്ട്. അതായത് ഏത് സമയത്താണോ, ഇപ്പോൾ ഫയർ സംഭവിക്കുമ്പോൾ ആ നിമിഷം തന്നെ എന്ത് ചെയ്യാനായിട്ട് എപ്പോഴാണോ ആ ഒരു ഇവൻ്റ് സംഭവിച്ചത് അപ്പോൾ മുതൽ ആർക്ക് ലയബിലിറ്റി ഉണ്ട്, ഇൻഡംനിഫയർക്ക് ലയബിലിറ്റി ഉണ്ട്. ഇൻഡംനിഫൈഡിൻ്റെ ലോസ് ഗുഡാക്കാനുള്ള ലയബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് ഇസ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡംനിറ്റി. എസെൻഷ്യൽ ഫീച്ചർ ഓഫ് ഇൻഡംനിറ്റി എന്ന് പറയുന്നത് 2 പേഴ്സൺസ് ഉണ്ടാവണം, ഇൻഡംനിഫയറും ഉണ്ടാവണം, ഇൻഡംനിഫൈഡ് അല്ലെങ്കിൽ ഇൻഡംനിറ്റി ഹോൾഡറും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലോസ് സംഭവിക്കണം, അതിനായിരിക്കണം ആ ഒരു ലോസ് അല്ലെങ്കിൽ ഒരു നാശം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതിനായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഒരു കവറേജ് എടുക്കേണ്ടത്. ദെൻ ഇറ്റ് ഈസ് എ കണ്ടിജൻറ്റ് കോൺട്രാക്ട് ബൈ നേച്ചർ. കണ്ടിജൻ്റ് എന്ന് പറഞ്ഞാൽ സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ചെയ്യാം. ഫ്യൂച്ചറിൽ എന്താണ് ഫയർ ഇൻഷുറൻസ്, ഫ്യൂച്ചറിൽ അവിടെ കത്തി നശിക്കുകയോ ഇല്ലയോ നമുക്ക് അറിയില്ല. ഈ ഒരു വർഷത്തേക്കായിരിക്കും ചിലപ്പോൾ എടുത്തിരിക്കുന്നത്. ആ ഒരു വർഷത്തിനുള്ളിൽ ഫയർ ഇൻഷുറൻസിൽ ഈ പറയുന്ന സ്ഥാപനത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഫയർ വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതാണ് കണ്ടിജൻറ്റ് കോൺട്രാക്ട്സ്. ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാത്തതിനെയാണ് നമ്മൾ കണ്ടിജൻറ്റ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതെന്തായിരിക്കണം, എക്സ്പ്രസ്ഡ് ആയിരിക്കണം അല്ലെങ്കിൽ ഇംപ്ലോയിഡ് ആയിരിക്കണം. അതാണ് മേജർ എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ലയബിലിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ലോസ് ഒക്കർ ചെയ്യുമ്പോഴാണ് നമ്മൾ ലോസ് നമ്മൾ ഇൻഡംനിഫൈ ചെയ്യാനുള്ളിട്ട് എന്താണ് ഈ ഒരു കണ്ടിജൻ്റ് ആണ്. നമുക്ക് ഫ്യൂച്ചറിൽ എന്താണ് കണ്ടിജൻ്റ് നേച്ചറുള്ള കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഫയർ സംഭവിച്ചാൽ മാത്രമാണ് ഇയാൾ എന്ത് ചെയ്താൽ മതി, ഡാമേജ് കവർ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പറയുന്നത് എപ്പോഴാണോ ആ ഒരു ഡാമേജ് അല്ലെങ്കിൽ ലോസ് സംഭവിക്കുന്നത് അപ്പോൾ മുതൽ അയാളുടെ ബാധ്യത, ഇൻഡംനിഫയറിൻ്റെ ബാധ്യത തുടങ്ങുകയാണെന്ന് പറയുന്നത് സെക്ഷൻ 125 പറയുന്നത് അതാണ്.